ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 നവംബർ 2024 മാത്തമാറ്റിക്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. നമ്മളുടെ പാർട്ട് 3 ക്വസ്റ്റ്യൻ പേപ്പർ മാത്തമാറ്റിക്സ് വരുന്നത് 71 മുതൽ 150 വരെയുള്ള ചോദ്യങ്ങളാണ്. അതിൽ 91 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളുടെ ഒരു പാർട്ട് 3 ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ഈ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും അതേപോലെ തന്നെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസുകളും ഒരു മാത്തമാറ്റിക്സ് PYQ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കുകളും നമ്മുടെ സൈക്കോളജി, മലയാളം, ഇംഗ്ലീഷിൻ്റെ ഒക്കെ ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ 10 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അതെങ്ങനെ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലോട്ട് എത്താമെന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. 91ാമത്തെ ചോദ്യം, ABCD ഈസ് എ റെക്ടാങ്കിൾ. ABCD ഒരു റെക്ടാങ്കിൾ ആണ്. E is the midpoint of DC. E എന്ന് പറയുന്നത് DCയുടെ മിഡ് പോയിന്റ് ആണ്. ആൻഡ് AG is to GB. AG is to GB എന്ന് പറയുന്നത് 1:3 ആണ്. ഏരിയ ഓഫ് AGCE 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. ദെൻ ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ABCD ഈസ്. നമുക്ക് കാണേണ്ടത് റെക്ടാങ്കിൾ ABCDയുടെ ഏരിയ ആണ്. ഇവിടെ റെക്ടാങ്കിൾ ഇതാ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ വേറൊരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു ട്രപ്പീസിയം ഉണ്ട്. ഇങ്ങനെ 3 ഫിഗറുകളാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പം ഞാനിതാ ഇതിന് ഓരോന്നിനും ഓരോ പേര് കൊടുത്തു. ഇനി ഈ പേരുകൾ എങ്ങനെ കൊടുത്തു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയാൽ ഈ AG is to GB നമുക്ക് തന്നിട്ടുണ്ട്. 1:3 ആണ്. അപ്പോൾ AG 1 ആണെന്നുണ്ടെങ്കിൽ GB എത്രയായിരിക്കും? 3 ആയിരിക്കും. കാരണം AGയും GBയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. അപ്പോൾ AG 1 ആണെന്നുണ്ടെങ്കിൽ GB എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയായി? 1x + 3x ടോട്ടൽ 4x ആയി. E എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. എവിടെയോ ഉണ്ടല്ലോ. E ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് DC. E എന്ന് പറയുന്നത് DCയുടെ മിഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ DE ടോട്ടൽ 4x ആണ്. ABCD റെക്ടാങ്കിൾ അല്ലേ ABCD. അപ്പോൾ ഇവിടെ 4x ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 4x ആയിരിക്കും DC. അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2x എന്ന് വരും. ഓക്കെയാണ്, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിച്ചോണേ, നമ്മളുടെ ഈ ഭാഗത്തിൻ്റെ ഏരിയ 30 എന്ന് തന്നിട്ടുണ്ട്. നോക്കിയാൽ ഇവിടെ ശ്രദ്ധിച്ചോണേ, ഞാൻ എഴുതിയം വായിക്കട്ടെ. AGCE എന്ന് പറയുന്നത് ഈ ആൾ ഒരു ട്രപ്പീസിയം ആണ് എന്നാണ് പറയുന്നത് അല്ലേ. എന്താണ് ട്രപ്പീസിയത്തിൻ്റെ കണ്ടീഷൻ? 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഈ AG എന്ന് പറയുന്ന ലൈനും CE എന്ന് പറയുന്ന ലൈനും പാരലാണ്. കാരണം അത് റെക്ടാങ്കിളിൻ്റെ സൈഡാണ്. അപ്പോൾ അതൊരു ട്രപ്പീസിയം ആണ്. അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ നമുക്ക് 30 തന്നിട്ടുണ്ട്. എന്താണ് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ? h/2 × A + B എന്നാണ്. അപ്പോൾ h/2 × A + B, അതിൽ വാല്യൂ കൊടുക്കുക. A എന്ന് പറയുന്നത് 2x + 1x എന്ന് വരും. ഈ 2നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കേട്ടോ. ഹരിക്കാനുള്ള 2 ഇവിടെ വരുമ്പോൾ ഗുണിക്കാനാവും. ഹരിക്കാനുള്ള 2 ഇപ്പുറം വരുമ്പോൾ ഗുണിക്കാനാവും. അപ്പോൾ h × Aയുടെ സ്ഥാനത്ത് 2x ഉം Bയുടെ സ്ഥാനത്ത് 1x ഉം കൊടുത്തു. ഇനി 30 × 2 അത് നമുക്ക് 60 എന്ന് കിട്ടും. 2x + 1x എന്ന് പറഞ്ഞാൽ 3x എന്നും കിട്ടും. ഇനി h × 3x എന്ന് പറഞ്ഞാൽ 3xh, അത് 60 എന്ന് കിട്ടി. അതിൽ നിന്ന് xh = 60/3 അഥവാ 20 എന്ന് കിട്ടും. ഇത്രയും കാര്യം നമുക്ക് സോൾവ് ചെയ്തുണ്ടാക്കാമല്ലോ, ഉറപ്പല്ലേ? ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ട്രപ്പീസിയം നമുക്ക് തന്നിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ x × h = 20 വരെ എത്തി. h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. ഇനി ഏരിയ ഓഫ് ADE, ഇതാ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ½ BH. ഇതിൻ്റെ ബേസിന് ഞാൻ 2x എന്നും ഹൈറ്റിന് ഞാനിതാ h എന്നും കൊടുത്തു. ഓക്കെ, അപ്പോൾ ½ × 2 × x × h ആണ്. അതിൽ ഈ 2ഉം 2ഉം ക്യാൻസൽ ആവും. ബാക്കി ഞാൻ എന്നുള്ള XH, അതെത്രയാ? 20. ഓക്കെ, ഇനി അടുത്തത് GBCയുടെ കാണാൻ പോവാണ്. GBC ½ × ബേസിന് ഞാൻ 3x ഉം BCയെ ഞാൻ h ഉം കൊടുത്തു. അപ്പോൾ 3 × XH/2 എന്ന് വരും. XH എന്ന് പറയുന്നത് 20 ആണ്. ഇതെല്ലാത്തിനും ഞാനിവിടെ കൊടുക്കുകയാണ്. XH + 30 + 3XH/2. XH എന്ന് പറഞ്ഞാൽ 20, 30 ഇവിടെ 20 ഇങ്ങനെ വരും. 3 × 20/2. 3 × 20 എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ 60/2. 60ൻ്റെ പകുതി എത്രയാണ്? 30 ആണ്. അപ്പോൾ 20ഉം 30ഉം 50, 60ൻ്റെ പകുതി 30, അപ്പോൾ 50ഉം 30ഉം 80.
ഓക്കെയാണ്. അപ്പോൾ ആ ഏരിയ നമുക്ക് കിട്ടി 80 എന്നുള്ളത്. ഓക്കെ, എന്താ നമ്മളിവിടെ ചെയ്തോന്നുകൂടി നോക്കിയേ. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. സൈഡുകൾ എടുത്തത് മനസ്സിലായല്ലോ. 1:3 ആണ്. അപ്പോൾ 1x 3x. ഇവിടെ 2x എന്ന് വരും, കാരണം ഇത് മിഡ് പോയിന്റ് ആണ്. ടോട്ടൽ 4x വരും. ഇവിടെ ട്രപ്പീസിയം സെൻട്രൽ വന്നത് ഒരു ട്രപ്പീസിയാണ്. അതിൻ്റെ ഏരിയ 30 ആണ്. അത് വെച്ചിട്ട് നമ്മൾ XH = 20 എത്തി. അവിടുന്ന് ഏരിയ ഓഫ് ADE കണ്ടു, അത് XH കിട്ടി. പിന്നെ ഏരിയ ഓഫ് GBC കണ്ടു, അത് 3XH/20 കിട്ടി. അതിവിടെ കൊടുത്തു. ഇത് മൂന്നും കൂട്ടുന്നതാണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. XH എന്ന് പറഞ്ഞാൽ 20, 30. ഇത് 3 × 20 60 വരും /2. അപ്പോൾ 60/2 30. 20 + 30 50. സോ 50 + 3 30 80. സോ ഓപ്ഷൻ D 80 എന്ന് കിട്ടും നമുക്ക്. 80. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം. mth term of arithmetic sequence is n and nth term is m. Then m + n + pth term is. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ആൻസർ വരുന്നത് -p ആണ്. അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. nth ടേം കാണാനുള്ള ഇക്വേഷൻ x1 + n - 1 × d. അത് m ആണ്. അപ്പോൾ x1 + n × d nd - 1 × d - d = m. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അടുത്തത് mth ടേം കാണാനുള്ള ഇക്വേഷൻ x1 + m - 1 × d. n സ്ഥാനത്ത് m ആവും, = n ആണ്. നേരത്തെ പോലെ തന്നെ x1 + m × d md - 1 × d - d = n. ഇക്വേഷൻ നമ്പർ 2. ഇനി 1 എന്ന് 2 മൈനസ് ചെയ്യാം. നോക്കിക്കോളാം. x1 + nd - d എന്ന് മൈനസ് ആരൊക്കെ പോകണം? x1 + md - d = m - n. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. x1 നെഗറ്റീവ് ആവും, +md -md ആവും, -d +d ആവും. അപ്പോൾ x1 പോയി, -dയും +dയും പോയി. ബാക്കി nd - md = m - n. ഇതിൽ നിന്ന് ഡീനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കി ഇവിടെ n - m. അപ്പോൾ d = m - ഈ സ്ഥാനത്തിന് ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കേട്ടോ. ഗുണിക്കാനുള്ള പ്രമ വന്നപ്പോൾ ഡിവൈഡ് ആയി. അപ്പോൾ d = m - n / n - m എന്ന് വരും. ഇതിൽ നിന്ന് ഒരു നെഗറ്റീവിനെ പുറത്തെടുത്തു. അപ്പോൾ മൈനസിനെ പുറത്തെടുത്താൽ m - n എന്ന് വരും. എങ്ങനെ വരും? m - n എന്ന് വരും. അപ്പോൾ മുകളിലും m - n, താഴെ m - 1. അത് രണ്ടും ക്യാൻസൽ ആയതുകൊണ്ട് -1 എന്ന ആൻസർ കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടിയ എത്രയാ? -1 ആണ്. ക്ലിയർ? ഓക്കെ. ദെൻ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു x1 + n × -1 -1. ഡിയുടെ വാല്യൂ ഉണ്ടോ? x1 + n × -1 -1 = m. ഓക്കെ. അപ്പോൾ x1 ഈ മൈനസ് ഒന്നാമത്തെ ഇക്വേഷൻ കാണിച്ചാലുണ്ടോ? x1 n × -1 -n. 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ പ്ലസ് ആവും. +1 = m. അപ്പോൾ x1 = m + n - 1 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. ഇനി നമുക്ക് ഈ ടേം കാണാലോ അല്ലേ? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഇക്വേഷൻ? x1 + n - 1 × d ആണ്. x1 + n എന്ന് പറയുന്നത് m + n + p - 1 × d. ഇനി ഇതിൽ വാല്യൂ കൊടുക്കുക. x1 എന്താ? m + n - 1 കൊടുക്കുക. ഓക്കെ, കൊടുത്തു. ദെൻ +m + n + p - 1 × d എന്താ? -1. ആദ്യം നമുക്ക് ഇതിനൊക്കെ ഒരു -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -1 × m - m, -1 × n -n, -1 × p - p, -1 × 1 1. അപ്പോൾ നോക്കിയേ, m-ഉം -1-ഉം m-ഉം പോയി, n-ഉം -n-ഉം പോയി, -1-ഉം +1-ഉം പോയി. ബാക്കി ഞാനുള്ളത് -p. സംഭവം കഴിഞ്ഞില്ലേ? ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് കൂടി നോക്കിക്കോളാം. -p ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ആദ്യം xn കാണുക. xn = എന്താണ്? m ആണ്. അപ്പോൾ x1 + nd - d = m എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്പർ 1 കിട്ടും. പിന്നെ xm കാണുക. അവിടുന്ന് x1 + md - d = n എന്ന് കിട്ടും. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് 1 നിന്ന് 2 മൈനസ് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് -1 കിട്ടും. ഓക്കെ, അത് ഡിഫറൻസ് ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോമൺ ഡിഫറൻസ് ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും.
ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ടേം ആണെന്നുണ്ടെങ്കിലും കാണാം. എക്സ് എൻ ഈക്വൽ ടു എക്സ് 1 + n - 1 × d എന്നാണ്. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് m + n + p എന്ന് വരും. അപ്പോൾ n - 1 എന്ന് പറയുമ്പോഴോ m + n + p - 1 × d എന്ന് വരും. d എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം നെഗറ്റീവ് ആവും, ഇൻനെഗറ്റീവ് പോസിറ്റീവ് ആവും. പിന്നെ ഒരേ ഡിഫറൻസ് അതിന് വരുന്നത് ക്യാൻസൽ ആവും. ബാക്കി ആരുണ്ടാവും? -p ഉണ്ടാവും. ക്ലിയർ? ഓക്കെ. അടുത്ത മൂന്നാമത്തെ ചോദ്യം. ഇഫ് a is an integer, what is the remainder when a² is divided by 4? a ഒരു ഇൻറ്റിജർ ആണെങ്കിൽ a² 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്നാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിച്ചോളാം. a is an integer, a ഒരു ഇൻറ്റിജർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ട് കേസുകളായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് കേസ്, a is an even number, a ഒരു ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ, ഈവൺ നമ്പറും ആവാം ഓഡ് നമ്പറും ആവാമല്ലോ. a ഒരു ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ 2k എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ സ്ക്വയർ ചെയ്യുക. ഇതിൻ്റെ സ്ക്വയർ ആണല്ലോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ a² എന്ന് പറയുമ്പോൾ 2kൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ 4 ആണ്, kൻ്റെ സ്ക്വയർ k² ആണ്. ഓക്കെ, അപ്പോൾ 4k² എന്നുണ്ട് കേട്ടോ. 4k² എന്ന് കിട്ടും. ഈ k² എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് പറയുന്നത്. 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അവിടെ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 0 ആണ്. ഓക്കെ, 4k² ആണ്. അതെന്തോ ആയിക്കോട്ടെ, k² ഒരു നമ്പറാണ്. 4 ഇൻറ്റു ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 4 ഇൻറ്റു ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 0 ആവാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇനി ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ 2k + 1 എന്ന് വരും. ഓക്കെ, ഒരു 1 കൂട്ടിയത് ഓഡ് നമ്പറായി. ഇനി ഇതിൻ്റെ സ്ക്വയർ കാണണം. ഇതിനെ a + b ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യണം. എന്താണ്? a² + 2ab + b². 2k ഹോൾ സ്ക്വയർ + 2 × 2 4, 4 × 1 4, 4k + 1². 4k² + 4k + 1 എന്ന് വരും. ഇതിന്ന് രണ്ടൊന്നും ഞാനൊരു 4നെ പുറത്തെടുത്തു. അപ്പോൾ k² + k, ഇവിടുന്ന് 4 പോയാൽ k², ഇവിടുന്ന് 4 പോയാൽ k + k എന്ന് കിട്ടും. ഇതൊരു മൾട്ടിപ്പിൾ. ഇതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് എന്തോ കിട്ടിക്കോട്ടെ, അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 4ൻ്റെ ഒരു മൾട്ടിപ്ലൈ +1, അതിലേക്ക് 1 കൂട്ടുമ്പോൾ അവിടുത്തെ റിമൈൻഡർ എത്രയാണ്? 1 ആണ്. ഓക്കെ, ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 4m എന്ന് പറഞ്ഞാൽ m ഒരു നമ്പറാണ്. അപ്പോൾ ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അവിടുത്തെ റിമൈൻഡർ എത്രയാണ്? 1 ആണ്. അപ്പോൾ റിമൈൻഡർ ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. 0 or 1. ഓപ്ഷൻ സി 0 or 1 ആണ് വരിക. ക്ലിയർ? നാലാമത്തെ ചോദ്യം. എ ബി സി ആർ ദ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. a + b + c = 28, a² + b² + c² = 288. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ? ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോളാം. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. എ ബി സി എന്നാണ് സൈഡുകൾ. ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ, കുറച്ച് ചെയ്യാനുണ്ടാവും. a² + b² = c². എങ്ങനെ? പൈതഗോറസ്. a² + b² എന്താണ്? c², പൈതഗോറസ്. ഇനി a² + b² + c² = 288 ആണ്. അതിൽ നിന്ന് a² + b² = എന്താണ്? c. ഇവിടുന്ന് ഈ c² ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ 28 - c² എന്ന് വരും. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. ഓക്കെ, അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ഇക്വേഷൻ നമ്പർ 1 എടുക്കുക. c² = 28 - c². ഈ c² അപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ c കിട്ടി. ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇതിനെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എന്തോ ഒരു ഇതിലിങ്ങനെ ടൈപ്പ് ചെയ്ത് പോയാണ്. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കുക. a² ഞാൻ ആദ്യം ഇങ്ങനെയാണ് പറയാൻ വന്നത്, എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ. a² + b² എന്താണ്? c² ആണ്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? a² + b² എന്ത് ചെയ്യുക? കൊടുക്കുക. ചിലപ്പോൾ അത് ആവശ്യം വരും നമുക്ക് താഴെ ഇങ്ങനെ വരണ്ടേ, നോക്കാം നമുക്ക് കേട്ടോ. a² + b² നമുക്ക് എന്ത് ചെയ്യാം? c² എന്ന് കൊടുക്കാം. പേനയുടെ c² എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരും? c² + c², ഇവിടേക്ക് നേരിട്ടെത്തും. c² + c² = 288 എന്ന് കിട്ടും. 2c² = 288 എന്ന് കിട്ടും. അതിൽ നിന്ന് c² = 288 എന്ന് കിട്ടും. c² = 144. 2 ഇപ്പുറം വരുമ്പോൾ ഡിവൈഡ് ആവും. c = 12 എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ. അപ്പോൾ c നമുക്ക് എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. c നമുക്ക് എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. ഇനി a + b + c = 28 ആണ്. അപ്പോൾ c 12 ആണല്ലോ. ഈ c ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 28 - c, സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് ഭാഗത്ത് ഞാൻ സ്ക്വയർ ചെയ്യാൻ പോകട്ടോ.
അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 28 മൈനസ് സി ദ ഹോൾ സ്ക്വയർ വരും. ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab, നിങ്ങൾക്ക് അറിയാലോ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, ഇവിടെ 28 മൈനസ് സി എന്താണ് 12 ആണ്, അത് കൊടുത്തു. ഇനി ഫ്രം 2 ഇതിനാണ് നമുക്ക് ഈ ഇക്വേഷൻ ആവശ്യം വന്നത്. എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടി നോക്കിയാൽ. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുണ്ട് ശരിക്കും കേട്ടോ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ മതി. എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ? അത് 258 മൈനസ് സി സ്ക്വയർ ആണ്, അതിവിടെ കൊടുത്തു. ഓക്കെ, പ്ലസ് 2ab, ഇത് 28 12 പോയാൽ 16. ഇനി 28 മൈനസ് സി എത്രയാണ് 12, 12ന്റെ സ്ക്വയർ പ്ലസ് 2ab ഈക്വൽ ടു 16ന്റെ സ്ക്വയർ 256, 12ന്റെ സ്ക്വയർ 144. ഇതൊക്കെ ചെയ്യേനി. ഓക്കെ, 258 144 പോയാലും 144. ഇനി 144 എപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 2ab ഈക്വൽ ടു 112 കിട്ടി. ab ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 56 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാലോ. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു എ ബി ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു എ ബി 56 ആണ്. 56ന്റെ പകുതി 28, ഓപ്ഷൻ സി എന്ന് കിട്ടും. ഈ ഒരു 28 കിട്ടാനാണ് നമ്മൾ ഇത്രയും ചെയ്തത്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, സി കാണാതെ നമുക്ക് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 28 മൈനസ് സി സ്ക്വയർ എടുക്കാതെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു തലക്കെന്ന് ഇങ്ങനെ നമ്മൾ ചെയ്തു പോകുക. നമ്മൾ ഓരോ വഴി ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്തു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ എൻഡിലോട്ട് എത്തും. ഓക്കെ, ഇവിടെ ആദ്യം നമ്മൾ പൈതഗോറസ് വെച്ചിട്ട് സി കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എ പ്ലസ് ബി പ്ലസ് സി എടുത്തു. അതിൽ നിന്ന് 28 മൈനസ് സിയിലോട്ട് പോയി, പിന്നെ സ്ക്വയർ ചെയ്തു. ആ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കിട്ടി. ആ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് പകരം നമ്മളിതാ ഇത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എ ബി കിട്ടി. ഇനി നമ്മൾ ഇതിൽ റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഏരിയ കാണാൻ ഇക്വേഷൻ ഹാഫ് ബി എച്ച് കൊടുത്തു. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി എച്ച് എന്ന് പറഞ്ഞാൽ എ ബി ആണ്, അത് 56. 56ന്റെ പകുതി 28, ഓപ്ഷൻ സി കിട്ടി. ഇനി അടുത്ത് വരുന്നത് ഇഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് റൂട്ട് 5 ആൻഡ് എക്സ് വൈ ഈക്വൽ ടു 1 ദെൻ വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ എന്നാണ്. ഇനി അതും ഇവിടെ ശ്രദ്ധിച്ചോളാം. എക്സ് 2 പ്ലസ് റൂട്ട് 5 ആണ്, എക്സ് വൈ 1 ആണ്. ഇതിൽ നിന്ന് വൈ കാണാലോ. എന്താ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x ആണ്. എക്സ് എന്താ 2 പ്ലസ് റൂട്ട് 5. അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ എന്താ 1/2 പ്ലസ് റൂട്ട് 5. ഇനി എക്സ് പ്ലസ് വൈ കാണാം. എക്സ് 2 പ്ലസ് റൂട്ട് 5 പ്ലസ് 1/2 പ്ലസ് റൂട്ട് 5 വരും. വൈയുടെ വാല്യൂ കൊടുത്തു. ക്രോസ് ചെയ്യാം. 2 പ്ലസ് 5 ഇൻറ്റു 2 പ്ലസ് റൂട്ട് 5 അതിൻ്റെ സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് റൂട്ട് 5. ഇതിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യണം. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആദ്യം എ സ്ക്വയർ 2ന്റെ സ്ക്വയർ 4, പിന്നെ ബി സ്ക്വയർ റൂട്ട് 5ന്റെ സ്ക്വയർ, പിന്നെ 2ab എന്ന് കൊടുത്തു. അപ്പോൾ 2 ഇൻറ്റു റൂട്ട് 5 2ab പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് റൂട്ട് 5. 2ന്റെ സ്ക്വയർ എത്രയാണ് 4 ആണ്. പിന്നെ റൂട്ട് 5ന്റെ സ്ക്വയർ 5 ആണ്. 2 ഇൻറ്റു 2 4 ആണ്. 4 ഇൻറ്റു റൂട്ട് 5 4 റൂട്ട് 5 പ്ലസ് 1. ഇനി 5 4 9, 9 3 10, 10 പ്ലസ് 4 റൂട്ട് 5. ക്ലിയർ ആണ്. ഇനി രണ്ട് ഭാഗത്തും കോഞ്ചുഗേറ്റ് പെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നും നമ്മളിലില്ല. അപ്പോൾ നമ്മൾ വീണ്ടും കോഞ്ചുഗേറ്റ് എടുത്തു. 2 പ്ലസ് റൂട്ട് 5 ആണ് ഡിനോമിനേറ്ററിൽ. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 മൈനസ് റൂട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 10 ഇൻറ്റു 2 20, 10 ഇൻറ്റു മൈനസ് റൂട്ട് 5 മൈനസ് 10 റൂട്ട് 5. 4 റൂട്ട് 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 8 റൂട്ട് 5. 4 ഇൻറ്റു 2 8, അപ്പോൾ 8 റൂട്ട് 5. 4 ഇൻറ്റു റൂട്ട് 5 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? 4 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 5 വരും. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് വന്നു. ഓക്കെ, 4 എഴുതി. റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 5 ആണ്. ഒരെണ്ണം മൈനസ് ആയതുകൊണ്ട് മൈനസ്. ഇവിടെയോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ 2 ആണ്. അപ്പോൾ 2ന്റെ സ്ക്വയർ 4, റൂട്ട് 5ന്റെ സ്ക്വയർ 5. ഇനി ചെയ്യുക 20 മൈനസ് 10 റൂട്ട് 5 പ്ലസ് 8 റൂട്ട് 5 മൈനസ് 4 ഇൻറ്റു 5 20. 4 നിന്ന് 5 പോയാൽ മൈനസ് 1 ചെയ്യാൻ പോവാണ്. നോക്കിക്കോളാം. 20ഉം മൈനസ് 20ഉം പോയി. മൈനസ് 10ഉം പ്ലസ് 8ഉം മൈനസ് 2 റൂട്ട് 5. താഴെ ഒരു മൈനസ് 1ഉം വരും. മൈനസും മൈനസും പ്ലസ് ആയി. 2 റൂട്ട് 5 ബൈ 1 എത്രയാണ്? 2 റൂട്ട് 5. സോ ദ ആൻസർ ഓപ്ഷൻ എ 2 റൂട്ട് 5 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ആറാമത്തെ ചോദ്യം. പി ടി പി എസ് ആൻഡ് ക്യു ആർ ആർ ടാൻജൻസ്. പി ടി പി എസ് ക്യു ആർ ആൻഡ് ടാൻജൻസ് ടു ദ സർക്കിൾ. പി ക്യു 5 ആണ്, ക്യു ആർ 4 ആണ്, പി ആർ 7 ആണ്, പി എസ് കാണണം. ഓക്കെ, നമുക്കൊരു തിയറി ഉണ്ട്. പി ക്യു ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്. എം ക്യു ഈക്വൽ ടു ഞാൻ എക്സ് എടുത്തു. എം ക്യുവിനെ ഞാൻ എക്സ് എടുത്തു കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എം ആർ എന്തായിരിക്കും? 4 മൈനസ് എക്സ് ആയിരിക്കും. എങ്ങനെ എം ആർ 4 മൈനസ് എക്സ് വന്ന്? കാരണം ടോട്ടൽ ലെങ്ത് 4 ആണ്.
അതിൽ ഒരാൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റാൾ എന്തായിരിക്കും 4 - x ആയിരിക്കും. ഇനി എം ക്യൂ എന്ന് പറയുന്നത് ടി ക്യൂന് ഈക്വൽ ആണ്. അപ്പൊ എം ക്യൂവും ടി ക്യൂവും എക്സ് ആണ്. ഇനി എം ആറും ആർ എസും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ 4 - x ആണ്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ദെൻ പി ടിയും ടി എസും ഈക്വൽ ആണ്. കാരണം എന്താ, ടാൻജന്റ് ഫ്രം ഔട്ട് സൈഡ് ആണ്. പി എന്ന് പറയുന്ന പോയിന്റ് എന്നുള്ള ടാൻജന്റ് ആണ് പി ടിയും പി എസും. അത് ഈക്വൽ ആയിരിക്കും. പി ടി എന്ന് പറയുന്നത് എന്താണ്, പി ക്യൂ പ്ലസ് ക്യൂ ടി. മറ്റേതോ പി ആർ പ്ലസ് ആർ എസ്. ഇനി വാല്യൂ എടുക്കുക. പി ക്യൂ 5 ആണ്, ക്യൂ ടി എക്സ് ആണ്. പി ആർ 7 ആണ്, ആർ എസ് 4 - x ആണ്. ഇതാ ഇവിടെ 5 + x, 7 4 11 - x. ഈ മൈനസ് എക്സിനെ അപ്പുറത്തേക്കും കൊണ്ടുവരിക, 5നെ അപ്പുറത്തേക്കും കൊണ്ടുവരിക. അപ്പോൾ x + x = 11 - 5, 2x = 6, x = 6/2, x = 3. ഇനി ആരെ കാണാൻ പറഞ്ഞിരിക്കുന്നത്, പി എസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. പി എസ് ആർക്ക് ഈക്വൽ ആണ്, പി ടിക്ക് ഈക്വൽ ആണ്. അപ്പോൾ പി ടി എന്ന് പറഞ്ഞാൽ എന്താണ്, പി ക്യൂ പ്ലസ് ക്യൂ ടി ആണ്. പി ക്യൂ 5 ആണ്, ക്യൂ ടി എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് എത്രയാ, 3 ആണ്. അപ്പോൾ 5 + 3 8 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡി 8 എന്ന് കിട്ടും. ക്ലിയർ? ഇനി ഏഴാമത്തെ ചോദ്യം, x² + ax + b = 0 ഹാസ് ഓൺലി 1 സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സൊല്യൂഷൻ ആകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ക്രിമിനന്റ് എന്താവണം, b² - 4ac = 0 ആവണം. രണ്ട് സൊല്യൂഷൻ ഉണ്ടെങ്കിലോ > 0 ആവണം. നോ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിലോ <0 ആവണം. ഓക്കെ, അപ്പോൾ b² - 4ac = 0. b എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെയുള്ള ആളാണ് മക്കളെ. ഇവിടെ എക്സിന്റെ കൂടെ ആരാ, a ആണ്. അപ്പോൾ a² -4 × a എന്ന് പറഞ്ഞാൽ x² കൂടെ, അത് 1 ആണ്. c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, അത് b ആണ്. അങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ a² - 4 × 1 4, 4 × b 4b. ഈ -4b ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരും. അപ്പോൾ a² = 4b ആൻഡ് ദാറ്റ് ഈസ് ഓപ്ഷൻ എ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലേ. ഇനി എട്ടാമത്തെ ചോദ്യം, ദ വാല്യൂ ഓഫ് tan 44 × tan 45 × tan 46. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനിലോട്ട് ഞാൻ ഇതിലെ tan 44നെയോ അല്ലെങ്കിൽ tan 46നെയോ മാറ്റുക. ഞാൻ മാറ്റി. tan 45 1 ആണ്. tan 44നെ ഞാൻ tan 90 - 46 ആക്കി. എന്താണ് tan 90 - θ അല്ലെങ്കിൽ 90 - x എന്ന് പറഞ്ഞാൽ, അത് cot x ആണ്. tan 90 - x ആണ്, എന്താണ്, cot x ആണ്. അപ്പോൾ ഇവിടെ tan 90 - 46 എന്ന് പറഞ്ഞാൽ cot 46 ആയി. എന്തായി, cot 46 ആയി. ഇനി cot 46 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/tan 46 ആണ്. cot എന്ന് പറയുന്നത് tan റെസിപ്രോക്കൽ ആണല്ലോ. അപ്പോൾ cot എന്തായി, 1/tan 46 ആയി. ഇനി നമ്മളിവിടെ കൊടുക്കാൻ പോകണം കേട്ടോ. tan 44ന്റെ സ്ഥാനത്ത് ആര് വരും, 1/tan 46 വരും. അപ്പോൾ ഈ tan 46ഉം ഈ tan 46ഉം എന്തായി പോകും, ക്യാൻസൽ ആയി പോകും, ബാക്കി 1 ഉണ്ടാവും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് tan 46, ഇപ്പം ഞാൻ tan 44 ആണല്ലോ കണ്ടത്, അതിന് പകരം tan 46 നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ എന്താ വരിക, 90 - 44 വരും. അപ്പോൾ cot 44 വരും. അപ്പോൾ 1/tan 44 വരും. അപ്പോൾ ഇവിടെയുള്ള tan 44ഉം tan 44ഉം വെട്ടിപ്പോവും. ക്ലിയർ ആണ്. tan 44നെ tan 90 - 46 എന്നെടുത്തു. tan 90 - x എന്ന് പറഞ്ഞാൽ cot x ആണ്. അപ്പോൾ tan 90 - 46 cot 46 ആവും. cot 46 എന്ന് പറഞ്ഞാൽ 1/tan 46 ആണ്. അത് ടാനിന്റെ റെസിപ്രോക്കൽ ആണ് cot. ഓക്കെ, അപ്പോൾ 1/tan 46. ഇനി tan 44ന്റെ സ്ഥാനത്ത് 1/tan 46 എന്ന് കൊടുത്തു. ഇൻറ്റു tan 45 1 ആണ്, tan 46ഉം. അപ്പോൾ ഈ tan 46ഉം tan 46ഉം പോയി. 1 × 1 1, ഓപ്ഷൻ ഡി. ഓക്കെ, ഒൻപതാമത്തെ ചോദ്യം, എ ലൈൻ വിത്ത് സ്ലോപ്പ് 3 ഈസ് പാസിംഗ് ത്രൂ 3 4 ആൻഡ് 2a, ദെൻ വാട്ട് ഈസ് എ? സ്ലോപ്പ് തന്നിട്ടുണ്ട്, ഇക്വേഷൻ കൊടുത്താൽ മതി. y2 - y1 / x2 - x1 = 3 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ a - 4, ഞാനിവിടെ y2നെ a ആണ് എടുത്ത്. അപ്പോൾ a - 4 / 2 - 3 = 3. 2 - 3 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഈ -1നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ a - 4 = 3 × -1 എത്രയാ, -3. ഇനി -4നെ അപ്പുറത്ത് കൊണ്ടുവരാം. -4 അപ്പുറം വരുമ്പോൾ +4 ആവും. അപ്പോൾ 4 - 3 1. അപ്പോൾ എയുടെ വാല്യൂ എത്രയാ, 1. ക്ലിയർ ആണ്. ചെറിയൊരു ചോദ്യം അല്ലേ, ഓപ്ഷൻ ബി. ദെൻ ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് sin x = a/b വാട്ട് ഈസ് tan x എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണെന്ന് അറിയോ, ഒരു റൈറ്റ് ട്രയാങ്കിൾ അങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് sin x, ഞാൻ ഈ ആംഗിളിനെ x ആക്കി എടുക്കും. എന്താ സൈന്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ ഓപ്പോസിറ്റിൽ എയും വരും, ഹൈപ്പോട്ടനസിൽ ബിയും വരും. ഇനി പൈതഗോറസ് ഉപയോഗിച്ചുകൊണ്ട് അഡ്ജസൻസ് ആയിട്ട് കാണാം. a² + b² = h² ആണ്. a² + b² = hന്റെ സ്ഥാനത്താണ് ഇവിടെ b കിടക്കണം. മക്കളെ ശ്രദ്ധിച്ചോണേ.
എ സ്ക്വയറിന് ഞാൻ എ തന്നെ കൊടുത്തു, ബി സ്ക്വയർ അവിടെ കിടക്കട്ടെ. ഈ ബി എന്താണെന്നറിയോ, എച്ചിൻ്റെ ബി ആണ് കേട്ടോ. ഈ രണ്ട് ബിയും സെയിം ആണെന്ന് കരുതരുത് നിങ്ങളെ. ഈ എച്ചിൻ്റെ സ്ഥാനത്ത് ഞാൻ ബി കൊടുത്തു. ഇനി എ സ്ക്വയറിന് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഇതാണ് നമ്മളുടെ ഈ ബി ആണ് ഞാൻ കാണാൻ പോകുന്നത് കേട്ടോ. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരും. സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം. അപ്പോൾ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നായി. ഇതാണ് ബി, ഈ വാല്യൂ കേട്ടോ. ഇനി നമുക്ക് ടാൻ കാണാലോ. എന്താ ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻറ്റ്. അപ്പോൾ ടാൻ എക്സിൻ്റെ ഓപ്പോസിറ്റ് എ ആണ്, അഡ്ജസെൻറ്റ് ബി ആണ്. അതെന്താണ് റൂട്ട് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതാ എ ബൈ റൂട്ട് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. സംഭവം സിമ്പിൾ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, എന്നിട്ട് അതിനെ സോൾവ് ചെയ്യുക. ക്ലിയർ ആണ്? നമുക്ക് കുറച്ച് സ്പീഡ് കൂടി വന്നൊരു സംശയം ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓരോന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുക, ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുകളായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. ഇപ്പോൾ ഈ ഒരു മെയിൽ നമ്മളുടെ ഒരു സർവീസിലുള്ള ആളുകൾക്കുള്ള കേട്ടിട്ട് വന്നിട്ടുണ്ട്. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഡു യുവർ ലെവൽ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസിക്വൽ ടു എച്ച് സ്ക്വയർ ആണ്. ആ എച്ചിന് ഞാൻ ബി കൊടുത്തു, ഞാൻ വേറെ ലെറ്റർ എടുത്താൽ മതിയായിരുന്നു, സാരല്ല പോട്ടെ. ഈ ബി എന്ന് പറയുന്നത് ബേസിൻ്റെ ബി ആണ്, ഇത് ഹൈപ്പോട്ടനസ് ബി ആക്കി എടുത്താണ്. രണ്ടും സെയിം അല്ല കേട്ടോ, വെട്ടിക്കളയരുത്. അതിൽ നിന്ന് ബി കാണുക, അപ്പോൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരും. ആ ബി എന്ന് പറയുന്നത് റൂട്ട് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു 10 ക്വസ്റ്റ്യൻസുമായിട്ട് അധികം താമസിയാതെ കാണാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ ആൻഡ് ഡു യുവർ ലെവൽ ബെസ്റ്റ്. ഓക്കെ, നമ്മളുടെ കേട്ടിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. യു ക്യാൻ സീ ദാറ്റ്. അതേപോലെ എൻ്റെ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് കാണാം, പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.